ಅಸ್ಸಲಾಮಲೈಕುಂ. ഞങ്ങളുടെ ചുമ പൈസ എന്നിരെങ്കിൽ ജക്കാത്ത് കൊടുത്തിರಂತ ಚಳ್ಳೆ ಆಲ್ಮಾರ್ಗೆ ಈ ವಿಡಿಯೋ ಶೇರ್ ಹಾಕೋರು. ഒരു നാല് നബിതങ്കല മുട്ട സഅലബ ചൊല്ലുടെ ഒരു സ്വഹാബി ಬಂತು ಕೇಳ್ತುಲ್ಲ, നക്ക് ജക്കാത്ത് കൊടുക്കൂ ഭയങ്കര ആസೆ ಉಂಡು, നക്ക് സ്വതക്ക കൊടുക്കൊണ്ടില്ല. അങ്ങനെ എന്റെ കയ്യിൽ എത്ര പൈസ ഒന്നുമില്ല. നബിതങ്ങളെ നക്ക് ദുവാർಕೊಂಡು ചൊന്നപ്പ നബിതങ്ക ചൊಂತುಲ കയ്യിലുള്ളത് നീ ഇപ്പൊ കൊടുത്തെങ്കിൽ എന്റെ കയ്യിൽ ജാസ്തി മീത പൈസ ಬಂದೆಂದುಕೊಂಡೆಂಗೆ ചിലപ്പോ ಶೈತಾನ್ അതിൽ ഇടപെടുക സാധ്യത ഉണ്ട് ചൊಂತುಲ. അങ്ങനെ ഈ സഅലബ ബുട്ടുട്ടേ ഇല്ല. നബി തങ്ങൾ നക്ക് ദുവാർಕೊಂಡು ചൊന്നിട്ട് ഇങ്ങനെ കിഞ്ചിയപ്പ നബി തങ്ങൾ ദുവാർന്നത്. അങ്ങനെ ദുവാർന്നപ്പ നബി തങ്ങൾ ഉത്തരമായിട്ട് എത്രമാ പൈസ ಬಂತು, എത്രമാ ಒಂಟೆ ಬಂತು, എത്രമാ ആടുക ಬಂತು. അങ്ങനെ ആ റായത്തിലെ പക്കയില്ലാണ്ടാലും വേറെ റായത്തിൽ ഷിഫ്റ്റ് ആക്കിത്ത്, അങ്ങനെ വേറെ പ്ലേസ് എല്ലാം ആക്കിത്ത് നിങ്ങൾ അത്രയും സമ്പത്തിൽ എന്ന് പറഞ്ഞിട്ട് നബി തങ്ങ പറഞ്ഞാല് സ്വഹാബിനെ അങ്ങനെ വിളിച്ചിട്ട് ചൊല്ലു, നിങ്ങൾ സഅലബയുടെ മുട്ട പോയിട്ട് ആ സക്കാത്തിന്റെ വിഹിത എടുത്ത പറഞ്ഞു. അപ്പൊ അങ്ങ് സഅലബയുടെ മുട്ട ഇങ്ങനെ പോയിട്ട് കേട്ടപ്പ സഅലബ ചൊല്ലു, ഞാൻ ഇത്ര കഷ്ടപ്പെട്ടിട്ട് ഇതെല്ലാം ഉണ്ടാക്കിയത് ഇതേ വിഹിത തറവാവില്ല ചൊന്നു. അങ്ങനെ സ്വഹാബിമാര് റിട്ടേൺ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുട്ട പണ്ടാറ്. അപ്പായിട്ട് ഒരു ആയത്ത് പണ്ട് ومنهم من عاهد الله لئن آتاهم من فضله لنصدقن ولتكونن من الصالحين فلما آتاهم من فضله بخلوا به وتولوا وهم معرضون. കുറെ ആൾമാർ അല്ലാഹുവിന്റെ വാഗ്ദാനം ആക്കിന്, അള്ളാഹു സമ്പത്ത് തന്നെങ്കിൽ അതിൽ തീർച്ചയായും സ്വതക്കാക്കുക വെച്ചത്. ബട്ട് അള്ളാഹു സമ്പത്ത് കൊടുത്തപ്പ അങ്ങ് സ്വതക്കാക്കുക മടി കാട്ടിയാർ. ഈ ആയത്ത് വന്നത് സാലബക്ക് കൊണ്ടായിത്ത്. സാലബ അങ്ങനെ സീത നബിസല മുട്ട പോയിട്ട് നബിസല മുട്ട പോയി ചൊന്തു, നബിയെ പാവത്തമ്മ കൊടുക്കോല്ല ഈ വിഹിതം ഉണ്ടല്ലേ, അത് നിങ്ങൾ തണ്ടേ ചൊന്തു. അപ്പൊ നബി തങ്ങ ചൊന്തുല അലബ ഇനി ആ വിഹിത പേനുണ്ടില്ല. അങ്ങനെ എല്ലാ കാലത്തും അബൂബക്കർ, ഉമർ, ഉസ്മാൻ അങ്ങനെ ബന്ധ എല്ലാ കാലത്തും ഈളുടെ ഈ വിഹിത സ്വീകരിച്ചെന്നെങ്കിൽ ഈളുടെ ഈ സക്കാത്ത് സ്വീകരിക്കാറില്ല. ചിലപ്പോ നാം ഇങ്ങനെയും ചിന്തിക്കാം, അല്ലാഹു തആല നല്ലത് കേട്ടിക്കൂ നമുക്ക് പൈസ തരാതെ.